ഗൈസ് ഞങ്ങൾ മാനാഞ്ചേരിയിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് മാനാഞ്ചിറ. ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്. നമുക്ക് ബസ്സിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഈ ഇതിൽ കൂടെ എന്താ പറയുക, ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നമ്മുടെ തൃശ്ശൂരിലെ ശക്തനെ പോലെയാണ്. ശക്തൻ സ്റ്റാൻഡിൽ അവിടത്തുള്ള ആ ഒരു വാക്ക് വേയില്ലേ, ആ ഒരു വൈബ് തന്നെയാണ് ഇവിടുത്തെ ഇത് മൊത്തം ഇരിക്കുന്നത്. ഒരു അത്യാവശ്യം കോസിയും നല്ല ഫ്രഷ് എയർ, അതാണ് മെയിൻ പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാർക്കിൻ്റെ നടുക്ക് തന്നെ ഒരു കുളം എന്നുള്ള രീതിയിൽ കാണുന്നത്. അത് പോയാൽ അപ്പോൾ സംഭവം അതെ അതെ, പച്ചപ്പും ഹരിതാപവും നടുക്കൊരു കുളവും, പിന്നെ ഇവിടുത്തെ ആർട്ട് വർക്കും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഉണ്ടോ? ഹായ് ഡേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കോഴിക്കോട് ഒരു കല്യാണം പോയതിൻ്റെ വിശേഷങ്ങളും, പിന്നെ കോഴിക്കോട് വൺ ഡേ ട്രിപ്പായിട്ട് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് കോഴിക്കോടേക്ക് വന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് രാത്രി 9 മണിയുടെ മാംഗ്ലൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അത് കൃത്യം 6 മണിയാകുമ്പോൾ തന്നെ കോഴിക്കോട് എത്തും കേട്ടോ. കോഴിക്കോട് എത്തിയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാനായിട്ട് അവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് AC വെയിറ്റിംഗ് ഹോള് ചൂസ് ചെയ്യാം. 30 രൂപയാണ് AC വെയിറ്റിംഗ് ഹോളിൻ്റെ ചാർജ് കേട്ടോ, 1 മണിക്കൂറിനാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ കുറേ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഫ്രഷപ്പിന് വേണ്ടി മാത്രമുള്ള റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് 1 മണിക്കൂറിന് 200 രൂപ റേഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രഷപ്പ് ആയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് മാനാഞ്ചിറയിലേക്കാണ്. അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ട്രാവലേ ഉള്ളൂ കേട്ടോ ഈ ഒരു മാനാഞ്ചിറയിലേക്ക്. രാവിലെ തന്നെ നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നടന്ന് വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മാനാഞ്ചിറയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ മാനാഞ്ചിറയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനാഞ്ചിറ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തും എറണാകുളത്തൊക്കെ ഉള്ള ബ്രോഡ്വേ പോലെയും അതുപോലെ തന്നെ മാനവീയൊക്കെ പോലെ തന്നെ നമുക്ക് ഒരു മോർണിംഗ് വാക്കിനും അതുപോലെ ഈവനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് വന്നിരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്പേസ് ആണ്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് കോഴിക്കോട് വരുന്നവർക്ക് ഫസ്റ്റ് പോകാൻ പറ്റിയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മാനാഞ്ചിറ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ, നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ നല്ലൊരു പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിന് സെൻറ്ററിലായിട്ട് ഒരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ സമീപത്തായിട്ട് ഇതുപോലെ ഏകദേശം ഒരു 3 ഏക്കറോളം ഉണ്ട്. ഇങ്ങനെ നമുക്ക് നടക്കാനും സംസാരിക്കാനും ഇരുന്നൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നൈസ് സ്പോട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനും വ്യായാമത്തിനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായി കാണുന്നതാണ് ഈ ഒരു മാനാഞ്ചിറ സ്ക്വയർ കേട്ടോ, ഒരു കുളമാണ്. അപ്പോൾ സാമൂതിരിയുടെ കാലത്തൊക്കെ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു മാനാഞ്ചിറ സ്ക്വയർ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ കുറേ പേർക്ക് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ഒരു മോർണിംഗ് വോക്കൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് ഈ ഒരു മാനാഞ്ചിറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പും പിന്നെ നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറേ വലിയ മരങ്ങളും ഫുൾ പച്ചപ്പും, പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ശില്പങ്ങളുണ്ട് കേട്ടോ. കുറേ കല്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള കുറേ ശില്പങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, രാവിലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് നോൺ വെജ് വേണ്ട എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെജ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിനടുത്ത് തന്നെ ഉള്ളൊരു സോപാനം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ലൊക്കേഷനിലേക്കാണ്. സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഴശ്ശിരാജയുടെ മ്യൂസിയമാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പഴശ്ശിരാജ മ്യൂസിയം ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ പഴശ്ശിരാജ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്കാണ് നമ്മൾ
നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം അടുത്തടുത്ത ഡിസ്റ്റൻസുകളാണ്. 50-60 രൂപ ഒക്കെയാണ് ട്രാവലിംഗ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ മാനാഞ്ചിറയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പഴശ്ശിരാജയുടെ ഒരു മ്യൂസിയവും ആർട്ട് ഗ്യാലറിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ ചാർജ് 30 രൂപ മാത്രമാണ് വരുന്നത്. അതൊക്കെ എടുത്ത് നമുക്ക് അകത്ത് കയറാവുന്നതാണ്. പക്ഷേ ഇവിടെ ഗോപ്രോയോ ക്യാമറയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. കാരണം ഒരാൾക്ക് കയറാനുള്ള എൻട്രി ഫീസ് 30 രൂപയുള്ളൂ. പക്ഷേ നമ്മൾ ഗോപ്രോയോ ക്യാമറയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ കൊടുക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം മാറ്റി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാക്കിട്ടോ. പിന്നെ ഇതിനുള്ളിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണതിന് 10 രൂപ മാത്രമാണ് ചാർജ്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നമുക്ക് ഒരുപാട് കേരള ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം അത്രയധികം കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ മാനാഞ്ചിറയുടെ തൊട്ടടുത്ത് തന്നെയാണ് SM സ്ട്രീറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ രാവിലെ എത്തിയോണ്ട് SM സ്ട്രീറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. SM സ്ട്രീറ്റ് ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നതും കച്ചവടത്തിനൊക്കെ ആയിട്ട് ഓപ്പൺ ആയി തുടങ്ങുന്നതൊക്കെ ആ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴശ്ശിരാജ മ്യൂസിയത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് SM സ്ട്രീറ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ മാനാഞ്ചിറയിൽ കുറച്ച് ലേറ്റായിട്ട് എത്തുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോട്ടും കൂടി കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ രാവിലെ എത്തിയോണ്ട് നമ്മൾ മാനാഞ്ചിറ കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേന്നുള്ളൂ. അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ മ്യൂസിയം 10 മണിക്കാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ കുറേ കോഴിക്കോടൻ ഹൽവകളാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ വെറുതെ നടന്നാളിലും ഇവിടെയുള്ള ചേട്ടന്മാർ നമ്മളെ ഹൽവ കഴിക്കാണ്ട് വിടൂല. നമ്മളോട് എന്തായാലും കഴിച്ചു നോക്കുന്നു പറഞ്ഞ് നമ്മളെ എന്താ പറയുക ഇവിടുത്തെ ഹൽവ ഫുള്ള് കഴിച്ച് നോക്കിക്കും. അങ്ങനെ നമ്മൾ കുറേ ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല പിന്നെ ഡ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറീസും എല്ലാം നമുക്ക് ഇവിടെ വന്ന വളരെ വിലക്കുറവിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഡ്രസ്സും ജ്വല്ലറീസും ചെരുപ്പുകളും എല്ലാം വാങ്ങണമെങ്കിൽ നമുക്ക് ഈ ഒരു SM സ്ട്രീറ്റിൽ വന്നിട്ട് വാങ്ങാവുന്നതാണ്. നമ്മൾ രാവിലെ എത്തിയപ്പോൾ ഇവിടെ നല്ലൊരു മഴയൊക്കെ ആയിരുന്നു. നമുക്ക് എന്താ പറയുക ഒരു നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്നത്തെ ഡേ ഫുൾ മഴയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുള്ള് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് വെയിലായിട്ടോ. അപ്പോൾ നമ്മളിതാ SM സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഫുള്ള് വെയിലാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഷോപ്പൊക്കെ ചെയ്ത് നടക്കുന്നവർക്ക് വളരെ എന്താ പറയുക ഇവിടെ ഇഷ്ടപ്പെടും. കാരണം ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ കാണുന്ന ഫസ്റ്റ് കടയിൽ നിന്ന് തന്നെ ഷ്യാമിന് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആളുടെ ചെരുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അടുത്ത ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സിനും അത്യാവശ്യം നമുക്ക് നല്ല വിലക്കുറവ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷ്യാമിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പ്രശാന്ത് ആൻഡ് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉച്ചയായപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ കോഴിക്കോട് ഫുള്ളൊന്ന് ചുറ്റി കണ്ടിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അവരെത്തിയത് കേട്ടോ. അപ്പോൾ അവർ നേരെ SM സ്ട്രീറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാട്ടോ ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയാണ് വാങ്ങണ്ടേന്നൊക്കെ ഫുള്ള് കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മളിവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറിയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കയറി ഷോപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ പാളയം മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ
ഇവിടെ വന്നപ്പോഴാണ് കോഴിക്കോട് പാളയം മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ട്രിവാൻഡ്രത്തും പാളയം മാർക്കറ്റ് ഉണ്ട്, കോഴിക്കോട് സെയിം പാളയം മാർക്കറ്റ് ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അവിടെ ഫുൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് വളരെ വിലക്കുറവിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നതാട്ടോ. ഇവിടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങേണ്ടവർക്കൊക്കെ വളരെ വിലക്കുറവിൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മളിതാ ഓരോ ഷോപ്പിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ ഹൽവയുടെ ഷോപ്സൊക്കെ കണ്ടിട്ട് എല്ലാവരും നമ്മളെ ഹൽവ കഴിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പ്രശാന്തിൻ്റെ വാവയും ഉണ്ടായിരുന്നു, കൊച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ വാവയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാട്ടോ ഷോപ്പ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ശരിക്കും ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഷെയ്ക്കിനൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 90 രൂപയൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഷോപ്പിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അവിടെ 50-60 രൂപയ്ക്കൊക്കെ ഷെയ്ക്ക് കിട്ടും. പിന്നെ ഇവിടുത്തെ മിൽക്ക് സർബത്ത് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ മാത്രം ഐസ് തുരത്തി കേട്ടോ, അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് ബാക്കി നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് കോഴിക്കോടൻ ഹൽവ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്പിലൊക്കെ നമ്മൾ ഹൽവ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശങ്കരൻ ബേക്കറി ഷോപ്പ് കണ്ടേട്ടോ. അപ്പോൾ അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്, കുറേ വർഷത്തെ പഴക്കമുള്ളൊരു ബേക്കറിയാണെന്ന് നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറിയപ്പോഴും നമുക്ക് നല്ല ഒരു കസ്റ്റമർ സർവീസ് തന്നെയായിരുന്നു കേട്ടോ. അവർ നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി ഹൽവകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൽവകളിലൊക്കെ ഇത്രയും വെറൈറ്റി ഉണ്ടാവുമെന്ന് വരെ തോന്നിപ്പോവും. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ കുനാഫയുടെ ഹൽവ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ് കുനാഫ ഹൽവ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയൽ മാംഗോൻ്റെ ഹൽവ ഉണ്ടായിരുന്നു, അൽഫോൺസ മാംഗോ വെച്ചിട്ടുള്ള ഹൽവയും, അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹൽവകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൽവയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഈ ഒരു ബ്ലാക്ക് കളർ ഹൽവയാണ്. അപ്പോൾ അതും ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൽവയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൽവയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഷാമിനി SM സ്ട്രീറ്റിന് എന്തുകൊണ്ടാണ് സ്വീറ്റ് മീറ്റ് എന്ന പേര് വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടോ. അപ്പോൾ അതിനുള്ള ആൻസർ ഷ്യാമിൻ്റെ സാറ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് കോഴിക്കോടുകാരനാണ്, ജിനേഷ് എന്നാണ് സാറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ സാറ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് മീറ്റ് എന്നാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഒരു ഹൽവ കണ്ടു കഴിഞ്ഞാൽ റെഡ് മീറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്വീറ്റ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് ഹൽവേനെ കണ്ടു കഴിഞ്ഞാൽ റെഡ് മീറ്റ് പോലെ ഉണ്ട്, പക്ഷെ അത് സ്വീറ്റാണ് എന്നുള്ള രീതിയിലാണ് സ്വീറ്റ് മീറ്റ് എന്ന പേര് വന്നതെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്കും ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയത് ഫുഡ് എവിടെ നിന്ന് കഴിക്കുമെന്നാണ്. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് എങ്ങനെയാണ് കോഴിക്കോട് ബിരിയാണി കഴിക്കാതെ പോവാല്ലേ? അപ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഇതിനടുത്ത് തന്നെയുള്ള റഹ്മത്ത് ഹോട്ടലായിരുന്നു. പിന്നെ പാരഗൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കണമെന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കൂടെ പ്രശാന്തിൻ്റെ വാവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ലോങ് ഡിസ്റ്റൻസ് പോകണ്ട, നമുക്ക് അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ റഹ്മത്ത് ഹോട്ടൽ ചൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുൻപ് കോഴിക്കോട് വന്നപ്പോൾ റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്ന് പഴയ റഹ്മത്ത് ഹോട്ടലായിരുന്നു, അന്ന് അവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ബിരിയാണിയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സെക്കൻഡ് ടൈം ഈ പ്രാവശ്യം പോയപ്പോൾ പുതിയ റഹ്മത്ത് ഹോട്ടലിലാണ് കയറിയത്. അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് പോലെ അല്ലായിരുന്നു അവിടുത്തെ ബിരിയാണി. നമുക്ക് എന്താ പറയുക, അത്ര നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഹൈപ്പ് ഈ ഒരു ഹോട്ടലിന് വന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിരിയാണി അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന്
പറയുന്നത് കോഴിക്കോട് ബീച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ശരിക്കും ടയേർഡായിരുന്നു. എങ്കിൽ പോലും കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബീച്ചും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് വൺ ഡേ ട്രിപ്പായിട്ട് ഇവിടെ 4 ലൊക്കേഷനാണ് മെയിനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാനാഞ്ചിറ, SM സ്ട്രീറ്റ്, അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ മ്യൂസിയവും, അതുപോലെ കോഴിക്കോട് ബീച്ചും. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ വരുന്നവർക്ക് ഈ ഒരു 4 സ്ഥലം ചൂസ് ചെയ്തിട്ടൊക്കെ കോഴിക്കോട് വന്നാൽ ട്രാവൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റഹ്മത്ത് ഹോട്ടലോ അല്ലെങ്കിൽ താരകണോ അതുപോലെ കുറ്റിച്ചിറ ബിരിയാണിയൊക്കെ കുറേ പേര് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരാട്ടോ. അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് ഇത് നിങ്ങൾ ഊബർ വിളിച്ചുകൊണ്ടാണ് ഇത്ര റേറ്റ് ആയത്, ശരിക്കും ഇത്രയൊന്നും ഇല്ല, മിനിമം 30 രൂപയ്ക്കേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷനൊക്കെ തന്നിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മിനിമം ചാർജ് 60 രൂപയൊക്കെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ 30 രൂപയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ പോലും ഒരു ഓട്ടോ ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ എല്ലാ ഓട്ടോ ചേട്ടന്മാരും നമ്മളോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ റേറ്റൊക്കെ 30 രൂപ 40 രൂപയൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഓട്ടോയിൽ ട്രാവലിന് വന്ന ചിലവ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ബസ്സൊക്കെ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് റൂട്ടൊന്നും കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബസ് ചൂസ് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് നമുക്ക് മാക്സിമം കണ്ടു തീർക്കണമല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ട് നമ്മൾ മാക്സിമം ഈ ഒരു ഓട്ടോ ഒക്കെ ചൂസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഫുള്ള് വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കുറേ നേരം നമുക്ക് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റൊക്കെ ആകുമ്പോഴാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബൊക്കെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എത്തിയത് ഒരു 3-4 മണി ടൈമിലാണ്. ആ ഒരു ടൈമിൽ ഇവിടെ നല്ല ചൂടായിരുന്നു, നമുക്ക് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അന്ന് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ഒന്ന് വെയിൽ മാറിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളിതാ ബീച്ചിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. വെയിലൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ ഏരിയയിലാണ് കോഴിക്കോടിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഐസ് ഒരത്തി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിനു മുൻപ് വന്നപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ശ്യാമ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ ഐസ് ഒരത്തി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ് ഒരത്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഐസ് ഒരത്തി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ടൈം കഴിച്ചപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഐസ് ഒരത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20-30 രൂപയാണ് ഈ ഒരു ഐസ് ഒരത്തിക്ക് വരുന്ന ചാർജ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ് ഒരത്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കല്യാണ വീട്ടിലേക്കാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും കൊയിലാണ്ടിയിലാണ് കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേ ദിവസമാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ തന്നെയാണ് കൊയിലാണ്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊയിലാണ്ടിയിലെത്തി അവിടെ PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കല്യാണ വീട്ടിലേക്ക് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നൈറ്റ് ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മോർണിംഗ് ആണ് കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മലബാർ കല്യാണം കൂടുന്നത് കേട്ടോ. അപ്പോൾ ശ്യാമും അതേ ഫസ്റ്റ് ടൈമാണ് മലബാർ കല്യാണം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ ഒരു മലബാർ വെഡ്ഡിങ് എന്നറിയാനായിട്ട് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫങ്ഷനാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
ഞങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂഷനായി നിക്കാഹ് കല്യാണം അത് രണ്ടും എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമ്മളിവിടെ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് വെഡ്ഡിങ് ഫങ്ഷനാണ്. അങ്ങനെ വെഡ്ഡിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കോഴിക്കോടിൻ്റെ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് മുട്ടമാല എന്ന് പറയുന്നത്. അപ്പോൾ മുട്ടമാല ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ മുട്ട വെച്ചിട്ട് ഉള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുട്ടമാല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അൽഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കല്യാണ വീട്ടിലെ ബോയ്സ് വേറെ ഗേൾസ് വേറെ സെപ്പറേറ്റ് ആയിട്ടിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലും ഷ്യാമൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് വേറെ ചടങ്ങുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരും വരിക ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കല്യാണം. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു പിസ്ത വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു മലബാർ സ്പെഷ്യലാണ് ഈ ഒരു പിസ്ത വെള്ളം എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതാ ഈ ഒരു ഇതിനെ അലീസ എന്നാണ് പറയുന്നത്, ചിക്കൻ വെച്ചിട്ടുള്ള പായസം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ കഴിച്ച് അലീസ എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡെസേർട്ടും ഫുഡും എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിച്ച് ശരിക്കും മടുക്കൂട്ടോ, അത്രയധികം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കല്യാണമൊക്കെ കൂടി. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു 2 days ആയിരുന്നു കേട്ടോ നമ്മൾ കോഴിക്കോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടിക്കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ ഷ്യാമിൻ്റെ സാറാണ് ഞങ്ങളെ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ സാറ് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് കാപ്പാട് ബീച്ച് ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ വളരെ ഫേമസ് ആണ് കാപ്പാട് ബീച്ച്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാപ്പാട് ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. വളരെ എന്താ പറയുക, നല്ലൊരു ബീച്ചാട്ടോ. നമുക്ക് കുറേ ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. പക്ഷേ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രെയിൻ വൈകിട്ട് 5 മണിക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മാത്രമേ ആ ഒരു ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ബീച്ചൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴിക്കോടൻ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.